Hi friends, welcome back. We have a video Samsung Galaxy A33 5G in the phone. Samsung is best value for money phone under 30,000 എന്നാണ് Samsung പറയുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ അതൊന്ന് പരിശോധിക്കാം. ശരിക്കും ഇത് അത്രത്തോളം ഉണ്ടോ അതോ എന്തൊക്കെയാണ് ഇതിന്റെ നല്ല വശങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ പോരായ്മകൾ നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. ആദ്യമായിട്ട് കുറച്ച് സമയങ്ങളാണ് നേരെ ഫോണിലേക്ക് തന്നെ വരാം. ആദ്യമായിട്ട് ഈ ഒരു ഫോണിന്റെ ബിൽഡ് ക്വാളിറ്റി കയ്യിൽ പിടിക്കാനുള്ള സൗകര്യം അതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത ഒരു വെയിറ്റും തിക്നെസ് ഒന്നും തോന്നുന്നില്ല. 8.1 mm തിക്നെസ് ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കാനൊക്കെ കംഫർട്ടബിൾ ആയ ഒരു ഫോണാണെന്നുള്ളത് ആദ്യം തന്നെ പറയട്ടെ. നല്ല ഡീസൻ്റ് ആയൊരു ഇൻഹാൻഡ് ഫീൽ ഉണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. റിയർ സൈഡ് പോളികാർബണേറ്റ് ആണ്, ഫ്രണ്ട് സൈഡിൽ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഓവർവ്യൂ നോക്കി കഴിഞ്ഞാൽ താഴെ മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടണുകൾ, ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ടോപ്പ് സൈഡിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണും സിം ട്രേയുമാണ് വരുന്നത്. സിം ട്രേയിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്, 2 സിം അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡും ഒരു സിം എന്ന രീതിയിൽ. റിയർ സൈഡിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 48 മെഗാ പിക്സലിന്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയ മെയിൻ ക്യാമറ, 8 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറ, 2 മെഗാ പിക്സലിന്റെ ബോക്കെ ക്യാമറ, 5 മെഗാ പിക്സലിന്റെ മാക്രോ ക്യാമറ. ഫ്രണ്ടിൽ 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന 13 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ. ഇതിൽ ഒരു പ്രധാന ഘടകം IP67 വാട്ടർ സെൻസ് സംവിധാനമുണ്ട്. സോ ഈ ഒരു സെഗ്മെന്റിൽ തന്നെ വേറെ ഒരു ബ്രാൻഡുകളും ഓഫർ ചെയ്യാത്ത ഒരു നല്ല ഘടകമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന IP67 വാട്ടർ സെൻസ് സംവിധാനം. സോ ബിൽറ്റ് ക്വാളിറ്റി നോക്കി കഴിഞ്ഞാൽ കയ്യിൽ പിടിക്കാനുള്ള യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാം നന്നായിട്ടുണ്ട്. ഒരു കാര്യം 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ഇതിനകത്ത് വരുന്നില്ല. സോ നിങ്ങൾക്ക് അത് ആവശ്യമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോരായ്മയായിട്ട് വന്നേക്കാം. ഇനി ഇതിന്റെ ബോക്സിൽ എന്തൊക്കെയാണെന്ന് കൂടി നോക്കിയിട്ട് നമുക്ക് തുടരാം. ബോക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിനകത്ത് ഒരു ചെറിയ ബോക്സ്, ആ ചെറിയ ബോക്സിനകത്ത് വരുന്നത് കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഉണ്ട്, സിം ടോൾ ഉണ്ട്. പിന്നെ ഇതിനകത്തൊരു ടൈപ്പ് സി ചാർജിങ് കേബിൾ, ടൈപ്പ് സി ടു സി ചാർജിങ് കേബിളാണ് വരുന്നത്. ഇതിനകത്ത് ചാർജർ വരുന്നില്ല. ചാർജർ വേണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. സോ അത് നിങ്ങൾക്ക് ഒരിക്കലും സ്വീകാര്യമായിരിക്കില്ല എന്നുള്ളത് എനിക്കറിയുകയും ചെയ്യാം. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് ഡിസ്പ്ലേ സ്റ്റൈല്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ ഡിസ്പ്ലേ? അതായത് ഈ ഒരു ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ ഒരാൾക്കും തന്നെയും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. സോ അതുകൊണ്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ആ ഒരു ഘടകം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം നന്നായിട്ടുണ്ട്. അതായത് ഫുൾ HD+ 90 ഹെർട്സിന്റെ SuperAmoled ഡിസ്പ്ലേ ആണ്. 6.4 ഇഞ്ചാണ് സൈസ്. 800 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. സോ ബാക്കി എല്ലാ ഘടകങ്ങളും വൈഡ് വൈൻ 11 സർട്ടിഫിക്കേഷൻ അടക്കമുണ്ട്. സോ നെറ്റ്ഫ്ലിക്സ്, ആമസോണിൽ നിന്നൊക്കെ ഫുൾ HDയിൽ തന്നെ കണ്ടന്റുകൾ സ്ട്രീം ചെയ്ത് കാണാം. സോ പ്രാക്ടിക്കലായിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരുവിധം വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ്, ഒരു ഇഷ്യൂസും പറയാനില്ല. സാംസങ് എല്ലാ കാലത്തും ദി ബെസ്റ്റ് ഡിസ്പ്ലേസ് ആണ് അവരുടെ ഫോണുകളിൽ നമുക്ക് തരാറുള്ളത്. ഇവിടെയും അത് കാണാം, വെരി ഗുഡ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ഇനി ഇതിന്റെ ക്യാമറയിലേക്ക് വരാം. ക്യാമറയിൽ 48 മെഗാ പിക്സലിന്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇതാ ഈ കാണുന്ന പോലെ നൈസായിട്ട് എടുക്കാം. AI എൻഹാൻസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഡീസൻ്റായ, സ്റ്റെബിലൈസ്ഡ് ആയ, ഗുഡ് ക്വാളിറ്റി വീഡിയോസ് എടുക്കാൻ പറ്റുമെന്നാണ് സാംസങ് പറയുന്നത്. ഇമേജുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. സെൽഫി ക്യാമറയുടെ വീഡിയോയും നിങ്ങൾക്ക് ഇവിടെ കാണാം. 13 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടി കൂടുതൽ മെഗാ പിക്സലൊക്കെ കൊടുക്കാമായിരുന്നു. ബട്ട് എങ്കിലും 4K അടക്കം കിട്ടുന്ന ഒരു ഫോൺ ഈ റേഞ്ചിൽ വേറെ ഒരു ബ്രാൻഡും തരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട്. ഇത് മെയിൻ ക്യാമറയുടെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഫുൾ HD വീഡിയോ ആണ്. എങ്ങനെയുണ്ട്? ഇത് ഫ്രണ്ട് ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ ഈ രീതിയിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റിയാണ് ഫ്രണ്ട് ക്യാമറ നമുക്ക് തരിക. എന്തായാലും ഈ രീതിയിലുള്ള വീഡിയോ ക്വാളിറ്റിയും ഇമേജുകളും ഒക്കെയാണ് നമുക്ക് ഈ ഫോൺ തരുന്നത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ വരുമ്പോൾ ഇമേജ് സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് കണ്ടിട്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് തന്നെയാണോ നിങ്ങൾ സാംസങ്ങിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ക്വാളിറ്റി? ചില ചെറിയ വീഡിയോ സാമ്പിളുകളും നിങ്ങൾക്ക് കാണാം. പിന്നെ ചില ഫീച്ചറുകൾ കൂടി സാംസങ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒബ്ജക്റ്റ് ഇറേസർ, അതായത് നമ്മളൊരു ഫോട്ടോ കാണുന്നു, അതിലെന്തെങ്കിലും ആവശ്യമില്ലാത്ത ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് കൈകൊണ്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒബ്ജക്റ്റ് ഇറേസ് ചെയ്ത് കളഞ്ഞുകൊണ്ട് നീറ്റാക്കാം നമ്മുടെ ഫോട്ടോയിനെ. ആ ഒരു സംവിധാനം. പിന്നെ ഫോട്ടോ റീമാസ്റ്റർ, അതായത് എന്തെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ ഇത്തിരി ഡാമേജ് ആയ ഒരു ഫോട്ടോയോ ബ്ലറായ ഫോട്ടോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്തിരി പഴയ ഫോട്ടോയോ ഒക്കെ ആണെങ്കിൽ അതിനൊന്ന് റീമാസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട്, കുറച്ചുകൂടി നന്നായിട്ട് ആ ഇമേജ് മാറുന്നത് നമുക്ക് കാണാം. സോ ആ ഒരു സംവിധാനവും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ക്യാമറ ഓവറോൾ ഈ രീതിയിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി ഇതിന്റെ പെർഫോമൻസ്, ബാറ്ററി തുടങ്ങിയ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ പെർഫോമൻസിൽ സാംസങ്ങിന്റെ Exynos 1280 എന്ന് പറയുന്ന പ്രൊസസ്സറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 12 5G ബാൻഡുകളും കാര്യങ്ങളും ഉണ്ട്. LPDDR4X റാം ഉണ്ട്. റാം വന്നിട്ട് 6GB റാം, 8GB റാം, അങ്ങനെ 2 ഓപ്ഷനുകൾ വരുന്നുണ്ട്. UFS 128GB സ്റ്റോറേജ് വരുന്നുണ്ട്. One UI 4.1 ആൻഡ്രോയിഡ് 12 ബേസ്ഡ് ആണ് വരുന്നത്. ഓവറോൾ സ്മൂത്തായ എക്സ്പീരിയൻസ്.
കാഷ്വൽ യൂസിന് വളരെ സ്മൂത്തായ എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. യാതൊരു ഇഷ്യൂസും ഇല്ല. ഇത് കാഷ്വൽ യൂസിന് മാത്രം ഉപയോഗിച്ചാൽ മതി, നിങ്ങൾ വേറെ ഒന്നിനും ഉപയോഗിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാലും ഗെയിം സബ്വേ സർഫർ പോലുള്ള ഗെയിമുകളൊക്കെ എടുത്തിട്ട് കളിക്കുവാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കും. വേണമെങ്കിൽ BGMIയും നിങ്ങൾക്ക് കളിക്കാം. ഈ കാണുന്ന ഗ്രാഫിക്സ് സെറ്റിങ്സിൽ നമ്മൾ ഈ കാണുന്ന പോലെ BGMI കളിക്കാൻ സാധിക്കും. സോ നിങ്ങൾക്കിതൊരു ഗെയിമിംഗ് ഫോണായിട്ട് ഞാൻ എന്തായാലും എടുത്തോളൂ എന്ന് പറയില്ല. പകരം നോർമൽ കാഷ്വൽ യൂസിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ ഫോൺ നല്ല രീതിക്ക് പെർഫോമൻസ് തരും. സോ വേണമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഈ ഫോൺ എടുക്കാവുന്നതാണ്. പിന്നെ ആൻഡ്രോയിഡ് 12 ബേസ്ഡ് ആണ്. ഇത് തന്നെ 4 വർഷത്തെ OS അപ്ഗ്രേഡ് കൂടി കമ്പനി ഇതിൻ്റെ ഒപ്പം ഓഫർ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു അടിപൊളി ഓഫറിംഗ് ആണ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ ഒരു അടിപൊളി ഓഫറിംഗ് ആണ്. അതിൽ ഒരു ഡൗട്ടും ഇല്ല. വേറെ ഒരു ബ്രാൻഡും ഈ റേഞ്ചിൽ ഇങ്ങനൊരു സംഭവം തരുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഓഫറിംഗ് ആണ് OS അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇതിൻ്റെ സെക്യൂരിറ്റി, പ്രൈവസി മേഖലകളിൽ എല്ലാത്തരം സംഭവങ്ങളും ഉണ്ട്. അതായത് പതിവായിട്ട് വരുന്ന സാംസങ്ങിൻ്റെ നോക്ക് സെക്യൂരിറ്റി. സോ ഏറ്റവും നല്ലൊരു സെക്യൂരിറ്റി സംവിധാനം, ആൻഡ്രോയിഡ് ഫോണുകളെ അപേക്ഷിച്ച് നല്ലൊരു സെക്യൂരിറ്റി സംവിധാനമുണ്ട്. സെക്യൂർ ഫോൾഡർ പോലുള്ള കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ ഫയൽസൊക്കെ സേഫ് ആക്കി വെക്കാം. പിന്നെ പ്രൈവസി ഇൻഡിക്കേറ്റർ, അതായത് ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമ്മുടെ ക്യാമറ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മൈക്ക് ഉപയോഗിക്കുകയോ ചെയ്താൽ മുകളിൽ അതിൻ്റെതായ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയുള്ള പ്രൈവസി പരമായ ഒരുപാട് കാര്യങ്ങളിൽ സാംസങ് ഏറ്റവും നല്ല ഒരു വർക്കാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് 6GB റാം 8GB റാം ആണെന്ന് ഞാൻ പറഞ്ഞു. റാം പ്ലസ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് സ്റ്റോറേജ് നിന്ന് റാം എടുത്ത് ആഡ് ചെയ്യുന്ന പരിപാടിയിലൂടെ ഈ ഫോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് 16GB റാമുള്ള ഫോൺ എന്ന രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ബാറ്ററി വന്നിട്ട് 5000 mAh ബാറ്ററിയാണ്. ബാറ്ററി ലൈഫിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. ചാർജർ വരുന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വേണമെങ്കിൽ സെപ്പറേറ്റ് വാങ്ങിക്കണം. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോൺ 4 കളറിൽ കിട്ടാനുണ്ട്. ഓസം പീച്ച്, ഓസം ബ്ലാക്ക്, ഓസം വൈറ്റ്, ഓസം ബ്ലൂ. പിന്നെ ക്യാമറ API നോക്കിയാൽ ലിമിറ്റഡ് ആണ്. വൈഡ് L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്, വൈഫൈ കോളിംഗ് ഉണ്ട്, OTG സപ്പോർട്ട് ഉണ്ട്. അങ്ങനെയുള്ള നോർമലായിട്ടുള്ള എല്ലാ ഘടകങ്ങളും സാംസങ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഓവറോൾ ഇങ്ങനെയാണ് ഈ ഫോണിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇതിനകത്ത് പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ രീതിയിലുള്ളൊരു പെർഫോമൻസ് ആണ് ഇതിൻ്റെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ തരുന്നത്. പ്ലസ് ഫേസ് അൺലോക്കിൻ്റെ പെർഫോമൻസും കാണാം. സോ നിങ്ങൾക്ക് ഈ ഒരു സ്പീഡ് മതിയോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഈ ഒരു ഫോണിൻ്റെ വില വന്നിട്ട് 28,499 സാംസങ് പറയുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ഓഫറൊക്കെ ഉണ്ട് അത്രേ. അതുകൊണ്ട് 25,499 25,499 ഈ ഒരു പ്രൈസിന് ഇത് നിങ്ങൾക്കിപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. സോ നല്ല ഓഫറിൽ നല്ല പ്രൈസ് ആണെന്നാണ് സാംസങ് പറയുന്നത്. ഈ പറഞ്ഞ നല്ല വശങ്ങളും പോരായ്മകളും കേട്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു വിലയ്ക്ക് ഇതെടുക്കാൻ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.